അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പിൽ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ആണ്. ആദ്യത്തെ അക്കോർഡിംഗ് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ സെക്കൻഡ് വൺ അക്കോർഡിംഗ് ടു ഡയറക്ഷൻ. ഡയറക്ഷൻ്റെ ബേസിസിൽ നമുക്ക് അപ്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആണെങ്കിലും അപ്വേർഡ് ആണെങ്കിലും വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴ്ന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിൽ. ഇവിടെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ലോവർ ലെവൽ എംപ്ലോയീസിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ ഫ്ലോയിങ് ഫ്രം ദ upper level of a hierarchy to the lower level അല്ലെങ്കിൽ superior to subordinate ആണ് എന്തെന്ന് പറയുന്നത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ഇൻസ്ട്രക്ഷൻസ്, ഡയറക്റ്റീവ്സ്, ഗോൾ, ഫീഡ്ബാക്ക് ആൻഡ് ഇൻഫോർമേഷൻ ഫ്രം ഹയർ ലെവൽ മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ എംപ്ലോയീസ്. എന്തൊക്കെ ആയിരിക്കാം? ഇൻസ്ട്രക്ഷൻസ്, സുപ്പീരിയർ സബോർഡിനേറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഗോൾ എന്താണെന്നുള്ളത് അവർക്ക് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിലുള്ള ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ ഫീഡ്ബാക്ക് ഉദ്ദേശിക്കുന്നത് ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ അപ്രൈസൽ കൊടുക്കുന്നത്. ഇതൊക്കെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ എക്സാമ്പിൾസ് നോക്കുക. മീറ്റിംഗ്സ് നടത്തുന്നത്, മെമ്മോ, ഇമെയിൽ, പ്രസൻറ്റേഷൻ ഓർ ട്രെയിനിങ് സെഷൻ കണ്ടക്റ്റഡ് ബൈ മാനേജ്മെൻറ്റ് ഫോർ എംപ്ലോയീസ്. ഇതൊക്കെ മാനേജേഴ്സാണ് ചെയ്യുന്നത് താഴെയുള്ള സബോർഡിനേറ്റിന് വേണ്ടി ചെയ്യുന്നതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? നേരെ തിരിച്ച് സബോർഡിനേറ്റ് സുപ്പീരിയേഴ്സിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എംപ്ലോയി ടു മാനേജ്മെൻറ്റ് ഓർ സബോർഡിനേറ്റ് ടു സുപ്പീരിയേഴ്സ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫോർമേഷൻ, ഫീഡ്ബാക്ക്, സജഷൻ. ഈ ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിന് അവരുടെ ഓർഡേഴ്സിൻ്റെ ഒക്കെ ഫീഡ്ബാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കാൻ, സജഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ്, കൺസേൺ ഇതൊക്കെ പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഗ്രീവൻസ് അല്ലെങ്കിൽ കംപ്ലയിൻസ് ഫയൽ ചെയ്യാൻ, ഇതിനൊക്കെയാണ് ഈ ഒരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന് എക്സാമ്പിൾസായിട്ട് എന്തൊക്കെ പറയാം? എംപ്ലോയീൻ്റെ പെർഫോമൻസ് റിവ്യൂ നടത്തുന്നത്. ഓക്കെ, എംപ്ലോയീസ് പെർഫോമൻസ് റിവ്യൂ താഴെന്ന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സുപ്പീരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാനേജേഴ്സിന് ഇവരുടെ കീഴിലുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് റിവ്യൂ പാസ് ചെയ്ത് കൊടുക്കും. അതൊരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷനാണ്. ദെൻ എംപ്ലോയീസിൻ്റെ സർവേസ്, സജഷൻ ബോക്സസ്, മീറ്റിംഗ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ്. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് നമ്മളുടെ നീഡ് എന്നുള്ളത് അപ്വേർഡിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലെവലിലുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇതിനെ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. അത് 2 or more പേഴ്സൺ ഓപ്പറേറ്റിംഗ് അറ്റ് ദ സെയിം ലെവൽ ഓഫ് അതോറിറ്റിയാണ്. അത് മേ ബി അതോറിറ്റി മാത്രമായിരിക്കണമെന്നില്ല, 2 എംപ്ലോയീസ് തമ്മിലുള്ള സംസാരങ്ങൾ, അതല്ലെങ്കിൽ 2 മാനേജേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഹൊറിസോണ്ടൽ തന്നെയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കോർഡിനേഷൻ കൂട്ടാനും, നമ്മളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ടീം വർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും, അതുപോലെ നമ്മളുടെ പ്രോബ്ലം സോൾവിങ് നടത്താനും ഒക്കെ, 2 പേര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനൊക്കെ ഈ ഒരു ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കൺട്രോൾ ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് ടൈം കൺസ്യൂമിങ്. 3 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. ലാക്ക് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അതോറിറ്റിയിലുള്ള 2 പേര് തമ്മിലുള്ളൊരു പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൺട്രോളിങ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്റ്റ് ആണ്. ഇതുപോലെ ഒരേ പൊസിഷനിലുള്ള 2 പേര് തമ്മിൽ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കമ്മ്യൂണിക്കേഷൻ കൂടുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ഒരേ പൊസിഷനിലുള്ള 2 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ടൈം ഒരുപാട് എടുക്കാനുള്ള ചാൻസസും കൂടുതലാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ഡയറക്ഷൻ, അപ്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ലാസ്റ്റ് വൺ അക്കോർഡിംഗ് ടു വേ ഓഫ് എക്സ്പ്രഷൻ എന്തു പറയാം? ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓറലും ഉണ്ട് റിട്ടേണും ഉണ്ട്, 2 ടൈപ്പ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ സ്പോക്കൺ വേർഡ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ഐഡിയാസ് ത്രൂ സ്പോക്കൺ വേർഡ്സ് which can be done either directly in person or indirectly over a device like a phone call or a video call. ഇപ്പോൾ ഡിവൈസസ് യൂസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടോ നമ്മൾ സ്പോക്കൺ വേർഡ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കാണ്. നമ്മൾ ഡയറക്റ്റ് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റാണ് ആൻഡ് ഫ്ലെക്സിബിളാണ്. ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നത്. ബട്ട് അതേസമയം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് പെർമനൻറ്റ് റെക്കോർഡ് ആൻഡ് ലീഗൽ വാലിഡിറ്റി. ഓക്കെ, പെർമനൻറ്റ് റെക്കോർഡായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്പം കേട്ടത് മാത്രമേ ഉള്ളൂ, അത് റെക്കോർഡിക്കലി ഒന്നുമില്ല നമ്മളെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ലീഗൽ വാലിഡിറ്റി കുറവാണ്. നമുക്ക് ഫോൺ കോൾസ് റെക്കോർഡ് ചെയ്യുന്നത് വേറെയാണ്, ഇത് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ജസ്റ്റേഴ്സിന് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആവുന്ന സമയത്തോ, റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൂഫാണ്. നമ്മൾ എഴുതി വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് അയക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് എഴുതി കൊടുക്കുന്നതൊക്കെ റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ത്രൂ ലെറ്റേഴ്സാണ് അപ്പം റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It is the process of conveying information through written or printed words such as email, letters or റിപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ ഇമെയിൽസ് ആയിട്ടോ ഒക്കെ നമ്മൾ പ്രിൻറ്റഡ് വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് റിട്ടേൺ. ഇത് കൂടുതൽ ഒഫീഷ്യലി അല്ലെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നതാണ്. പ്രൊവൈഡിങ് എ പെർമനൻറ്റ് റെക്കോർഡ്, ദെൻ എൻഷുറിങ് ക്ലാരിറ്റി ആൻഡ് പ്രൊസിഷൻ. പെർമനൻറ്റ് റെക്കോർഡാണ്, നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് എടുത്ത് നോക്കാൻ പറ്റും. ക്ലാരിറ്റി ആൻഡ് പ്രൊസിഷൻ ഉണ്ട്. വളരെ നമ്മളൊരു പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് ഉണ്ടാവില്ല. എഴുതുമ്പോൾ നമ്മൾ വളരെ അതിൻ്റെ കണ്ണിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ എഴുതുള്ളൂ. സോ പ്രീസൈസ്ഡ് ആയിട്ടുള്ള മാനറിലാണ് ഉണ്ടാവുക. ആൻഡ് റീച്ചിങ് എ വൈഡ് ഓഡിയൻസ് ആൻഡ് അലോയിങ് ഫോർ കെയർഫുൾ എഡിറ്റിംഗ് ബിഫോർ സെൻഡിങ്. നമുക്ക് പറയുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തിട്ടല്ല പറയാൻ പറ്റുന്നത്. പക്ഷേ അതേസമയം നമ്മളൊരു സാധനം എഴുതി അയക്കുമ്പോൾ ഇനി മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഡിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ എഴുതി അവിടെ അയച്ച് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ടൈം കൺസ്യൂമിങ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ പൊട്ടൻഷ്യൽ ഫോർ മിസ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ എഴുതിയതുപോലെ അവർ വായിക്കണമെന്നില്ല. നമ്മളുടെ ഇമോഷൻ എന്താണെന്നുള്ളത് നമുക്ക് എഴുത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മിസ് ഇൻ്റർപ്രിട്ടേഷനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് വേറൊരു സ്ഥലത്ത് വേറെ മീനിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ മിസ് ഇൻ്റർപ്രിട്ടേഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, അതായത് നമ്മൾ പറയുന്ന രീതിയിലുള്ളതോ എഴുതുന്ന രീതിയിലുള്ളതോ നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള വ്യത്യാസങ്ങളോ ഇതൊക്കെ മിസ് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് കൂടുതലാണ് ആൻഡ് ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. എന്തില്ല, നമുക്ക് ഒരു പേഴ്സണൽ ടച്ച് ഇല്ല. നമ്മൾ എഴുതി അയക്കുമ്പോൾ അത് ആരാണ് എഴുതി അയച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടണമെന്നില്ല. ഇതാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അക്കോർഡിംഗ് ടു ദ വേ ഓഫ് എക്സ്പ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഓറൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത്രയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്.